ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് പുതിയൊരു വീഡിയോ ഇട്ടു. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഇന്ന് റിലീസിനെത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ബിഗ് ബൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നവാഗതനായ ബിനോ അഗസ്റ്റിൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ബിഗ് ബൻ എന്ന് പറയുന്ന സിനിമ. UK പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഫാമിലി ത്രില്ലർ ചിത്രമാണ്. ചിത്രത്തിന്റെ ട്രെയിലറിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ബിഗ് ബൻ എന്ന് പറയുന്ന സിനിമ. അതിഥി രവിയും അനു മോഹനുമാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. അന്യരാജ്യത്ത് ജീവിക്കുന്ന മലയാളി കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചിത്രം എന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന. എന്തൊക്കെയാണ് UK നഗരങ്ങളായ ലണ്ടൻ, മാഞ്ചസ്റ്റർ, ലിവർപൂൾ, അയർലൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മലയാളി കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചാണ് ബിഗ് ബൻ എന്ന് പറയുന്ന സിനിമയുടെ കഥ പുരോഗമിക്കുന്നത്. ലണ്ടൻ നഗരത്തിൽ നഴ്സായി ജോലി ചെയ്യുന്ന ലൗരി എന്ന യുവതി തന്റെ കുഞ്ഞിനെയും ഭർത്താവിനെ എവിടേക്ക് കൊണ്ടുവരുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അതിഥി രവിയാണ് ലൗരി എന്ന കേന്ദ്ര കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഭർത്താവായിട്ടുള്ള ജീൻ ആന്റണി എന്ന് പറയുന്ന കഥാപാത്രത്തെ അനുമോഹനും വേഷപ്പെടുത്തുന്നുണ്ട്. ലണ്ടൻ നഗരവാസി കൂടിയായ സംവിധായകൻ ബിനോ അഗസ്റ്റിൻ തന്റെ ജീവിതാനുഭവങ്ങൾ കൂടി തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ചിത്രത്തിൽ ഇവരെ കൂടാതെ തന്നെ വിനയ് ഫോർട്ട്, വിജയ് ബാബു, ജാഫർ ഇടുക്കി, ചന്തുനാഥ്, ബിജു സോപാനം, മിയ ജോർജ് തുടങ്ങിയവരും കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ബ്രെയിൻ ട്രീ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രജയ് കമ്മത്ത്, എഴുതോ തോമസ്, സിബി അരഞ്ഞാണി എന്നിവരാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ സൂര്യോദയം അല്ലെങ്കിൽ ഒരു പുതിയൊരു വിജയം നേടിയെടുക്കാൻ ബിഗ് ബൻ എന്ന് പറയുന്ന സിനിമയിലൂടെ സാധിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന. വളരെയധികം പ്രതീക്ഷ നൽകുന്ന ട്രെയിലർ തന്നെ വന്നുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷോ ഏകദേശം കഴിയുന്നതോടുകൂടി ചിത്രത്തിന്റെ റിവ്യൂകളെല്ലാം ലഭ്യമാകുന്നതായിരിക്കും. പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ മലയാളത്തിൽ മറ്റൊരു കുഞ്ഞു വലിയ ചിത്രം കൂടെ നമുക്ക് ലഭ്യമാകുന്നതെന്ന് പ്രതീക്ഷിക്കാം. റീസെന്റ് ഇറങ്ങിയ മന്ദാകിനി, ഉള്ളവർക്ക് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വിജയമായിട്ട് മാറുന്ന സാഹചര്യത്തിൽ ബിഗ് ബന്നും പോസിറ്റീവ് അഭിപ്രായമാണെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ആള് കയറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ പൂർണ്ണമായിട്ടുള്ള റിവ്യൂനായിട്ട്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഇന്നത്തെ ദിവസം ബിഗ് ബൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലോട്ട് പോകുന്നത് കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.